ഗുഡ് മോർണിംഗ്. നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൈസിങ് IP ഫോർ IOT. അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ IOTയിൽ ഉപയോഗിക്കണമെങ്കിൽ വി ഹാവ് ടു ഒപ്റ്റിമൈസ് ഇറ്റ്. വൈ വി ഹാവ് ടു ഒപ്റ്റിമൈസ് ഇറ്റ്? ഫോർ ദീസ് ഫോളോയിങ് റീസൺസ്. അതായത് we have constrained nodes, we have constrained networks, we have IP versions. So constrained nodes എന്ന് വെച്ച് കഴിഞ്ഞാൽ IP-യിലുള്ള നോഡ്സ്, അതായത് ദ സ്മാർട്ട് ഡിവൈസസ് ഓർ സെൻസേഴ്സ് ഓർ ആക്ച്വേറ്റേഴ്സ്, ഈ പറയുന്ന നോഡ്സ് എന്ന് പറയുന്നത് ദേ ആർ കൺസ്ട്രെയിൻഡ്. ദേ ഹാവ് ലിമിറ്റേഷൻസ് ലൈക്ക് ദേ ഹാവ് ലോ പവർ ഓർ ദേ ഹാവ് low processing power, low resources, അതല്ലെങ്കിൽ they have low memory. ഈ കാരണം കൊണ്ട് the IoT nodes are actually constrained. So ഈ നോഡ്സ് കൺസ്ട്രെയിൻഡ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നെറ്റ്വർക്ക്സ് കൺസ്ട്രെയിൻഡ് ആണ്. വി ഹാവ് കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്ക്സ്, അതായത് ഈ പറയുന്ന നോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക്സിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ലൈക്ക് ദേ ഹാവ് ലോ ത്രൂ പുട്ട്, ദേ ഹാവ് ലിമിറ്റേഷൻസ് ഓൺ ദി ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് ആൻഡ് എവറിത്തിങ്. ആൻഡ് തേർഡ്ലി വി ഹാവ് IP വേർഷൻസ്. അതായത് നമുക്ക് പല IP വേർഷൻസ് ഉണ്ട്. വി ഹാവ് IPv4, IPv6, ഈ പറയുന്ന വേർഷൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ ദർ ആർ അതർ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ദാറ്റ് ആർ യൂസ്ഡ്. സോ ഫോർ ദീസ് റീസൺസ് വി ഹാവ് to optimize IP for IoT. So we are going to learn how we are doing it. So we use something like this. Okay, so this is actually the IP architecture. So അതിനകത്ത് നമുക്കറിയാം there is an upper layer called as the transport layer and network layer. ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 പ്രോട്ടോക്കോൾസ് ആണ്. വി ഹാവ് TCP or UDP, and as network layer we use IPv6 or IPv4. And then we have the data link layer, and then we have the physical layer. Okay, so in between them we use something called as the adaptation layer. So what is the adaptation layer doing is that it is a model. Actually it is basically a model for packaging IP into lower layer protocols. So application layer is nothing but a model for packaging IP into lower layer protocols, and this is called as adaptation layer. So how we use adaptation layer is something like this. So നമ്മൾ ഇങ്ങനെയായിരിക്കും. IP protocol stack is something like this, right? So IP protocol stack is something like this. So we have something, the application layer. So we use the network layer, the transport layer. Then we have the network layer, we have the data link layer, and then we have the physical layer. Okay, so this is the IP protocol stack. സോ ഈ IP പ്രോട്ടോക്കോൾ സ്റ്റാക്കിനെ നമ്മൾ ഈ അഡാപ്റ്റേഷൻ ലെയേഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന അഡാപ്റ്റേഷൻ ലെയേഴ്സ്, ദേ ആർ ആക്ച്വലി ദോസ് ദാറ്റ് ആർ ഡിഫൈൻഡ് അണ്ടർ 6LoWPAN വർക്കിംഗ് ഗ്രൂപ്പ്. This 6LoWPAN working group has a successor called 6LO. അപ്പോൾ ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ള അഡാപ്റ്റേഷൻ ലെയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ ഒപ്റ്റിമൈസിങ് ദി അഡാപ്റ്റേഷൻ ലെയർ, ഓർ these are the examples of the adaptation layer used to optimize our constrained nodes. So this is what we use. അപ്പോൾ നമ്മുടെ IP പ്രോട്ടോക്കോൾ സ്റ്റാക്കിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് വി യൂസ് ആപ്ലിക്കേഷൻ ലെയേഴ്സ് ആസ് HTTP ഓർ RTP, ആൻഡ് ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് TCP ഉണ്ട്, UDP ഉണ്ട്, ICMP ഉണ്ട്, ആൻഡ് ദെൻ നെറ്റ്വർക്ക് ലെയറിൽ വി ഹാവ് IP, and then we have data link layer as MAC layer, and then we have physical layer. Okay, so നമ്മൾ when we use 6LoWPAN in this IP protocol stack, it will look like this. Okay, നമ്മൾ ഇതിനകത്തോട്ട് 6LoWPANൻ്റെ അഡാപ്റ്റേഷൻ ലെയറും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും it will look like this. We have physical layer, we have a MAC layer, then we have an IPv6 layer. So instead of IP we use only IPv6.
ഓക്കെ, ഈ IPv6 ഒരു സബ് ലെയറായിട്ട് നമ്മൾ LOWPAN അഡാപ്റ്റേഷൻ ലെയറും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ദെൻ യു ഹാവ് UDP ആൻഡ് TCP, UDP ആൻഡ് ICMP, ആൻഡ് ദെൻ വി ഹാവ് ദി ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ്. സോ ഇങ്ങനെയാണ് നമ്മൾ വി യൂസ് ദി 6LOWPAN വർക്കിംഗ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ള അഡാപ്റ്റേഷൻ ലെയർ നമ്മൾ IP പ്രോട്ടോക്കോൾ സ്റ്റാക്കിനകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇൻ ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ ലെയർ വി ഹാവ് ആൻ അഡാപ്റ്റേഷൻ ലെയർ. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So 6LOWPAN working group, they have published several RFCs. RFCs are also called as request for comment. So they are used mainly for documentation purpose. അപ്പോൾ ഇതിനകത്ത് ഫണ്ടമെൻ്റലായിട്ട് വരുന്നതെന്ന് പറയുന്നത് RFC 4994. Okay, so ഈ RFC 4994 it defines frame headers. These frame headers have the capability to do three things. First one is header compression, second one is fragmentation, and third one is mesh addressing. So ഈ RFC 4994 ഫ്രെയിം ഹെഡേഴ്സിനെ ഡിഫൈൻ ചെയ്യും. ആൻഡ് ദോസ് ഫ്രെയിം ഹെഡേഴ്സ് ആർ യൂസ്ഡ് ഫോർ ത്രീ തിങ്സ്. ഫസ്റ്റ് വൺ ഈസ് ഹെഡർ കംപ്രഷൻ, സെക്കൻഡ് വൺ ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് മെഷ് അഡ്രസ്സിങ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, ഈ ഫ്രെയിം ഹെഡേഴ്സ് ഒരു സ്റ്റാക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഉള്ളത്. സോ അതിനകത്ത് നമുക്ക് ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ ഇത് വരുന്നത്. സോ വി വിൽ ഹാവ് എ ഹെഡർ. So we'll have a header. This will be under 802.15.4 ഒരു ഹെഡർ ഉണ്ടാവും. ആൻഡ് ദെൻ will have the IPv6 payload. ഒരു ഹെഡർ ഉണ്ടാവും, ഒരു പേലോഡ് ഉണ്ടാവും. സോ ഇൻ ബിറ്റ്വീൻ വി ഹാവ് എ ഹെഡർ കംപ്രസർ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ വി വിൽ ഹാവ് എ ഫ്രാഗ്മെൻറ്റേഷൻ ഹെഡർ ഓർ ഫ്രാഗ്മെൻറ്റ് ഹെഡർ എന്ന് പറയുന്ന ഒരടുത്തതും കൂടെ വരും. സോ വി വിൽ ഹാവ് എ ഹെഡർ, വി ഹാവ് എ പേലോഡ്, ഇൻ ബിറ്റ്വീൻ ദാറ്റ് വി ഹാവ് ഹെഡർ കംപ്രഷൻ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്രാഗ്മെൻറ്റ് ഹെഡറും കൂടെ വരും. സോ ആൻഡ് എഗെയിൻ വി വിൽ ഹാവ് എ മെഷ് അഡ്രസ്. വി ഹാവ് ഹെഡർ, വി ഹാവ് പേലോഡ്, ഇതിനകത്ത് ഹെഡർ കംപ്രഷൻ, then we will have fragment header, and thirdly we have mesh addressing header. അപ്പോൾ ഇത് ഓരോന്നും എന്തിനാണ് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് as ഹെഡർ കംപ്രഷൻ. ഹെഡർ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം IPv6 ഹെഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ബിഗ്. അതായത് നമ്മളിപ്പം IPv6 ഹെഡർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40 ബൈറ്റാണ്. ഓക്കെ, അതേസമയം UDPയുടെ ഹെഡർ എന്ന് പറയുന്നത് 8 ബൈറ്റാണ്. സോ നോക്കൂ, IPയുടെ V6 ആയാലും UDPയുടെ ആയാലും അതിൻ്റെ ഹെഡർ സൈസ് വലുതായതുകൊണ്ട് തന്നെ വി കനോട്ട് ട്രാൻസ്പോർട്ട് ഇറ്റ്. അതായത് വി ഹാവ് നെറ്റ്വർക്ക് കൺസ്ട്രെയിൻസ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡിഫിക്കൽട്ടി ആണ്. സോ വാട്ട് വി യൂസ് ഇസ് ഹെഡർ കംപ്രഷൻ ടെക്നിക്സ്. ഈ ഹെഡർ കംപ്രഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IPv6 ഹെഡർ സൈസ് വി വിൽ റെഡ്യൂസ് ഇറ്റ്, ആൻഡ് ഓർ UDPയുടെ ഹെഡർ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. സോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഹെഡർ എന്ന് വിചാരിക്കുക. സോ ലെറ്റ് ദിസ് ബി ദ ഹെഡർ. സോ വി വിൽ ഹാവ് എ ഹെഡർ. This is 802.15.4. അതിനകത്ത് നമ്മൾ എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി യൂസ് ദ 6LOWPAN ഹെഡറിനെ ഇൻകോപ്പറേറ്റ് ചെയ്യും. ദെൻ വി ഹാവ് ആൻ IPv6 ഹെഡർ. അതിൻ്റെ സൈസ് ഏകദേശം 40 ബൈറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് എ UDP ഹെഡർ ദാറ്റ് ഹാസ് എ സൈസ് ഓഫ് 8 ബൈറ്റ്സ്. ആൻഡ് ദെൻ വി ഹാവ് ദ പേലോഡ് ആൻഡ് FCS. So payload has a size of 53 bytes. Okay. സോ നമ്മൾ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇത്രയാണ് നമ്മളുടെ ഹെഡറിൻ്റെ സൈസ് അല്ലേ. സോ വി വിൽ ഗോ ആൻഡ് റെഡ്യൂസ് ഇറ്റ്. നമ്മൾ ഇതെങ്ങനെ കുറയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 6LOWPAN ഹെഡർ
will reduce the size of the header size. We will reduce the header size. How we will do that? ആദ്യം ഈ IPv6ൻ്റെ 40 byte ഉള്ള header size we will reduce that to 1 byte. So we have the header here, then we will reduce this into 1 byte IPv6 header. IPv6നെ 40 byte ഉള്ള സ്ഥാനത്ത് we will reduce that to just 1 byte. Okay. പിന്നെ UDP 8 byte ഉള്ള UDP we will reduce that to 4 byte. UDP. അടുത്തതെന്ന് പറയുന്നത് എന്നിട്ട് അതിൻ്റെ റിമൈനിങ് സംഭവം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, പേലോഡിന് കൊടുക്കും. ദാറ്റ് ഈസ് 108 byte we will give to payload. And then we have the FCS. Okay. So ഇപ്പോൾ ഇത്രയും റെഡ്യൂസ് ചെയ്ത സ്ഥിതിക്ക് we have a shorter header. അപ്പോൾ ഇത്രയായിരിക്കും നമ്മളുടെ header. We have reduced the size of header by reducing the size of IPv6 and the UDP headers. So this is how we use 6LoWPAN header compression. ഒരു കാര്യം എപ്പോഴും നോക്കണം, we use 6LoWPAN only for IPv6 and we don't use that for IPv4. അതായത് IPv6ൻ്റെ ഹെഡർ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ 6LoWPAN ഉപയോഗിക്കുന്നുള്ളൂ. ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ ഫോർ IPv4. ഓക്കെ, അതാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഹെഡർ കംപ്രഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫ്രാഗ്മെൻറ്റേഷൻ. നമ്മൾ എന്തിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് എസ് MTU ഓർ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. സോ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ്. സൈസ് ഓഫ് ദ ലാർജസ്റ്റ് protocol data unit that can be passed. അപ്പോൾ ഒരു IPv6 നെറ്റ്വർക്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് ആൻ MTU ഓഫ് 1280 bytes. 1280 ബൈറ്റെങ്കിലും വേണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ഓൺലി എ സൈസ് ഓഫ് അബൌട്ട് 127 bytes. 127 ബൈറ്റേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് IOT ഡിവൈസസ്. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 127 ബൈറ്റ് വരെ ഉണ്ടാവാറുള്ളൂ. സോ നോക്കൂ, 1280 ബൈറ്റ് വേണ്ടിയ സ്ഥലത്ത് നമുക്ക് 127 ബൈറ്റേ ഉള്ളൂ. സോ വാട്ട് വി യൂസ് ഇസ് ദാറ്റ് നമ്മൾ IPv6ലെ പാക്കറ്റ്സിനെ വി വിൽ ഫ്രാഗ്മെൻറ്റ് ദം. We will divide them into multiple fragments and then we will send them one by one. അപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് we use a fragment header. ഫ്രാഗ്മെൻറ്റ് ഹെഡർ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന IPv6ൻ്റെ പാക്കറ്റ്സിനെ we will fragment them. ഓക്കെ, ഈ ഫ്രാഗ്മെൻറ്റ് ഹെഡറിന് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 fields. 3 fields ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഡേറ്റാഗ്രാം സൈസ്, സെക്കൻഡ് വൺ ഇസ് ഡേറ്റാഗ്രാം ടാഗ് and third one is datagram offset. So we have a datagram size, datagram tag and datagram offset. ഇങ്ങനെ 3 fields ഉണ്ട് ഒരു ഫ്രാഗ്മെൻറ്റ് ഹെഡറിന്. സോ ഇതിൻ്റെ ഓരോന്നും എന്താണ്, അപ്പോൾ സോ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. വി വിൽ ഹാവ് എ ഹെഡർ ആൻഡ് ദെൻ നമുക്കൊരു 1 byte ആയിട്ടുള്ള ഒരു ഈ ഫ്രാഗ്മെൻറ്റ് ഹെഡർ കാണും. അത് കഴിഞ്ഞിട്ട് വി ഹാവ് ദ ഡേറ്റാഗ്രാം സൈസ്. ദിസ് വിൽ ബി ഓഫ് 1 byte. ദെൻ വി ഹാവ് ഡേറ്റാഗ്രാം ടാഗ് 2 bytes ഉള്ളത്. പിന്നെ വി ഹാവ് ഡേറ്റാഗ്രാം ഓഫ്സെറ്റ് വിച്ച് വിൽ ഹാവ് ദ സൈസ് ഓഫ് 1 byte. ദെൻ വി ഹാവ് ദി FCS. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റാഗ്രാമിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഹോൾ പാക്കറ്റിൻ്റെ സൈസിനെ ഡിനോട്ട് ചെയ്യും. സോ ദിസ് വിൽ ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് ദ ഹോൾ ഡേറ്റാഗ്രാം പാക്കറ്റ്. ഡേറ്റാഗ്രാം ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈസ് എ സെറ്റ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ഫോർ എ പേലോഡ്. ഒരു പേലോഡിനകത്തുള്ള ഫ്രാഗ്മെൻറ്റ്സിനെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഒരു പാക്കറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഈ പറയുന്ന വലിയ പാക്കറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടാഗ്. അതായത് ഇത് ആ മെയിൻ പാക്കറ്റിലോട്ട് വി ആർ ടാഗിങ് ഇറ്റ്.
അടുത്തതെന്ന് പറയുന്നത് ഓഫ്സെറ്റാണ്. സോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡീലീനിയേറ്റ്സ് ഹൗ ഫാർ ഇൻ ടു എ പേലോഡ് ഫോർ എ പർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റ് ഓക്കർ. അതായത് ഈ പറയുന്ന ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ഓർഡറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വി യൂസ് ദി ഓഫ്സെറ്റ്. അതായത് ഈ വരുന്നത് എത്രാമത്തെ ഫ്രാഗ്മെൻ്റ് ആണ് എന്നതിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി യൂസ് ദി ഓഫ്സെറ്റ്സ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് as fragmentation or fragment header. For fragmentation we use the fragment header. അടുത്തെന്ന് പറയുന്നത് മെഷ് അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, മെഷ് അഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് അഡ്രസ്സിംഗ് ഫങ്ഷൻ ഈസ് ടു ഫോർവേഡ് പാക്കറ്റ്സ് ഓവർ മൾട്ടിപ്പിൾ ഹോപ്സ്. പല പല ഹോപ്സിലൂടെ നമ്മൾ ഈ പറയുന്ന പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വി യൂസ് മെഷ് അഡ്രസ്സിംഗ്. മെഷ് അഡ്രസ്സിങ്ങിന് വി യൂസ് എ മെഷ് അഡ്രസ്സിംഗ് ഹെഡർ. മെഷ് അഡ്രസ്സിംഗ് ഹെഡർ നമ്മൾ ഉപയോഗിക്കും. സോ ഈ മെഷ് അഡ്രസ്സിംഗ് ഹെഡർ ഉപയോഗിച്ചാണ് വി യൂസ് പാക്കറ്റ് ഫോർവേഡിങ്. ഓക്കെ, മെഷ് അഡ്രസ്സിംഗ് ഹെഡറിന് വി ഹാവ് 3 fields. The first one is hop limit. The second one is source address. The third one is destination address. ഇതിൽ ഹോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് 1 byte. സോ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? വി ഹാവ് ഹെഡർ, then we have hop limit, then that is of 1 byte, then source address that is of 2 byte, destination address that is of 2 byte, and FCLS. ഓക്കെ, ഇങ്ങനെ 3 ഫീൽഡ്സ് ആണ് ഈ പറയുന്ന മെഷ് അഡ്രസ്സിങ്ങിന് ഉള്ളത്. അപ്പോൾ ഈ മെഷ് അഡ്രസ്സിങ്ങിന് ഹോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര തവണ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യണം എന്നായിരിക്കും അതിൻ്റെ ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഹോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്താൽ, അതായത് ഈ പാക്കറ്റിനെ 10 തവണ ഫോർവേഡ് ചെയ്യണം എന്നാണ് അർത്ഥം. ആദ്യത്തെ തവണ ഫോർവേഡ് ചെയ്യുമ്പോൾ വി വിൽ ഡിക്രിമെൻ്റ് ഇറ്റ്. ആദ്യത്തെ 10 മാറ്റി 9 ആക്കും, പിന്നെ ഈ 9 മാറ്റി 8 ആക്കും, പിന്നെ ഈ 8 മാറ്റി 7 ആക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 7 തവണ ഫോർവേഡ് ചെയ്യണം എന്നുള്ളതാണ്. സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഈ പറയുന്ന ഹോപ്സിൻ്റെ IP ഹോപ്പിൻ്റെ എൻഡ് പോയിൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എൻഡ് പോയിൻറ്റ്സ്. സോ സോഴ്സ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരുന്നു, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു. ഇതാണ് നമ്മളുടെ മെഷ് അഡ്രസ്സ്. സോ അതാണ് നമ്മൾ ഈ പറയുന്ന ഒപ്റ്റിമൈസിങ്, ഹൗ വി ഒപ്റ്റിമൈസ് IP ഓവർ IoTക്കകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് IP ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ബിക്കോസ് നോട്ട്സ് ആർ കൺസ്ട്രെയിൻ, നെറ്റ്വർക്ക്സ് ആർ കൺസ്ട്രെയിൻ, ആൻഡ് വി ഹാവ് സെവറൽ IP versions. So we use something called as adaptation layer, and adaptation layer nathu we have 6LOWPAN adaptation. So adaptation layer we have something called as header stack. Header stackനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ there is frame headers. The frame headers consist of header compression, fragmentation headers, then we have mesh addressing headers. ഇതിനകത്ത് ഹെഡർ കംപ്രഷൻ എന്ന് പറയുന്നത് ഹെഡറിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡർ കംപ്രഷൻ ഉപയോഗിക്കുന്നത്. അതേസമയം വി യൂസ് ഫ്രാഗ്മെൻറ്റ് ഹെഡേഴ്സ് ഫോർ ഫ്രാഗ്മെൻറ്റിങ് ദി IPv6 പാക്കറ്റ്സ്, ആൻഡ് മെഷ് അഡ്രസ്സിങ് ഹെഡേഴ്സ് നമ്മൾ ഫോർവേഡിങ് പാക്കറ്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. So that is how we optimize IP over IoT. Thank you.